ലക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ. വളരെയേറെ തിരക്കേറിയ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ പത്തിരിയും തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഉച്ചക്കത്തെ ലഞ്ചിന് ശിലാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറി വയ്ക്കണം. കുറച്ച് ഫ്രൈ ചെയ്യും വേണം. പിന്നെ ഈ മോനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാലട മിക്സ് പായസം സെറ്റാക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിനുശേഷം സ്കൂളൊക്കെ തുറക്കല്ലേ, കുട്ടികൾക്ക് ബാഗും കുടയും പുസ്തകങ്ങളൊക്കെ ഒന്ന് വാങ്ങാനായിട്ട് ടൗണിലേക്കൊന്ന് പോകണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ. കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ഇതാ പത്തിരി അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മോന്താ ചെറുകടികളൊക്കെ കഴിച്ചിങ്ങായിട്ട് മദ്രസയിൽ പോയിട്ടോ. വന്നാലുടനെ പാത്തൂസിനെ മദ്രസയിലാക്കാമെന്ന് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിയില്ല. അപ്പോൾ വേഗം തന്നെ പത്തിരിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയ ശേഷം പാത്തൂസിന് ഫുഡ് കൊടുത്തു. അതിന് ശേഷം ബാക്കിയുള്ള പത്തിരി അങ്ങോട്ട് ചുട്ടെടുക്കണം കേട്ടോ. പത്തിരി സെറ്റാക്കുന്നിടയിൽ നമ്മുടെ മീൻ എത്തിയിട്ടോ. ശിലാവാണ്, ഫ്രഷാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കാനുണ്ട്. അപ്പോൾ വേഗം തന്നെ പത്തിരിയൊക്കെ അങ്ങോട്ട് ചുട്ടെടുത്ത ശേഷം നമുക്ക് നേരെ മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ കുറച്ചധികം ഞാൻ പത്തിരി ഉണ്ടാക്കാനായിട്ട് കുറേ അധികം പൊടി അങ്ങോട്ട് വാട്ടി കുഴച്ചങ്ങോട്ട് പരത്തി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ട് സെറ്റാക്കി വെച്ച ശേഷം നേരെ നമുക്ക് വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. 1 കിലോ ശിലാവ് കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് മിളക് പറ്റി സെറ്റാക്കാം കേട്ടോ, ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിയുള്ളത് എന്താട്ടാ, കറി വയ്ക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും ഒരുക്കി വെച്ചു കേട്ടോ. മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി സെറ്റാക്കണ്ടേ. അപ്പോൾ കുറച്ചങ്ങോട്ട് മിളക് പറ്റി സെറ്റാക്കി. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തു കേട്ടോ. അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. പാൻ വെച്ച് കൊടുത്ത ശേഷം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ചെറുള്ളി കുട്ടൻ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി കുട്ടനെയും വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇട്ടങ്ങായിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അതിന് ശേഷം ചൂടാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ പൊട്ടിയ ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങിയ ശേഷം പുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് മൂടി വെച്ചു. അതിനുശേഷം ചൂടുള്ള വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ. അതിനുശേഷം നമുക്ക് 2 ചുള കൊടംപുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശിലാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് പകുതി അങ്ങോട്ട് വേവാകുമ്പോൾ എന്താട്ടാ, തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കേട്ടോ കാണുവാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ ഒരു തള വരുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ചാറി അങ്ങോട്ട് കൊടുത്തു. പിന്നെ ചുറ്റിച്ചെടുത്തു. അങ്ങനെ രുചികരമായ കുറുകിയ ചാറോടുകൂടി തന്നെ നമുക്ക് ഈ മീൻകറി അങ്ങോട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറി സെറ്റായി. മിളക് പെറ്റി സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു കേട്ടോ. ശിലാവ് അതങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തു കേട്ടോ. എന്നിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. മീൻ അങ്ങോട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാത്തൂസിനെ വിളിക്കാനായിട്ട് ഏകദേശം സമയമായി തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, വേഗം തന്നെ മദ്രസയിൽ നിന്ന് പാത്തൂസിനെ കൂട്ടിക്കൊണ്ടുപോയോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പാത്തൂസ് മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. പാത്തൂസ് സന്തോഷത്തിലാട്ടോ മദ്രസയിൽ നിന്ന് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോളെ സന്തോഷം? ഉമ്മച്ചിയെ, എനിക്കൊരു ചെപ്പ് ബിരിയാണി പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ മോൻ പറഞ്ഞു കേട്ടോ, എനിക്കും കിട്ടി ഉമ്മ ഒരു ചെപ്പ് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ 2 പേരും ബിരിയാണി കഴിക്കട്ടെ ഉമ്മ. ആയിക്കോട്ടെ മക്കളെ ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെന്താ ഞാൻ അടുക്കളയിലേക്ക് പോന്നു. പാലട മിക്സ് പായസം റെഡിയാക്കി എടുക്കുവാൻ പാല് കാച്ചാനായിട്ട് ഞാൻ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാട്ടോ എടുത്തത്. അങ്ങനെന്താ പാലൊക്കെ കാച്ചി സെറ്റായി വന്നപ്പോൾ നമ്മുടെ പാലട മിക്സിലെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ചൗരരി കേട്ടോ, ചൗരരി സാബൂനരി എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെന്താ അത് കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. 4 ടീസ്പൂണോളം കുതിർത്ത് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ പാകത്തിനുള്ള പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈവിടാതെ തന്നെ പായസം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ടൗണിലേക്ക് പോകണം കേട്ടോ. ബാഗും കുടയും അതേപോലെ തന്നെ നോട്ട് ബുക്കും പെൻസിലും പേനൊക്കെ വാങ്ങണം. പാത്തൂസിന് വാങ്ങണ്ട കേട്ടോ. പാത്തൂസിൻ്റെ ടീച്ചർ പറഞ്ഞു ബാഗും യൂണിഫോമൊക്കെ സ്കൂളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ പിന്നെ അവൾക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മോനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനത്തെ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ നമുക്ക് എവിടേക്ക് പോവാം? ടൗണിലേക്ക് പോവാം കേട്ടോ. തൃശ്ശൂർ ടൗൺ കേട്ടോ. അങ്ങനെ നമ്മുടെ പാലട നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചൗരരി കേട്ടോ. അപ്പോൾ നമ്മുടെ പാലട മിക്സ് പായസം ഏകദേശം അങ്ങോട്ട് തയ്യാറായി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് പശുനെയ്യ് ഒഴിച്ചു കൊടുത്ത് പശുനെയ്യ് നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സെറ്റാക്കി എടുത്ത് നേരെ നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. എൻ്റെ പൊന്നേ, വയൽക്കപ്പലോടും പാലട മിക്സ് പായസത്തിൻ്റെ അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞടക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എവിടേക്കാണെന്ന് അറിയണ്ടേ? തൃശ്ശൂർ ടൗണിലേക്ക് കേട്ടോ. ടൗണിലേക്ക് പോയിട്ട് ബാഗും നോട്ട് ബുക്കുകളൊക്കെ വാങ്ങിയിട്ടോ. അതേപോലെ തന്നെ ചോറ്റും പാത്രം, ചട്ടടുന്ന പേപ്പറ്, പേന, പെൻസില്. എൻ്റെ പൊന്നോ, ഒരു ബാഗിൽ എന്തൊക്കെ വേണ്ടത് സ്കൂളിൽ പോകാനായിട്ട് അതൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.